ഹലോ ആൻഡ് ഹായ്. ഇന്നതേ നല്ല വെജിറ്റേറിയൻസിന് മാത്രമല്ല എല്ലാവർക്കും ചപ്പാത്തിക്ക് പറ്റിയ ഒരു സ്പെഷ്യൽ കറിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് ഗ്രീൻ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ്, ഒരു പൊട്ടാറ്റോ എല്ലാം ക്യൂബ്സ് ആയിട്ട് അരിയണം, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഒരു 3 എണ്ണം, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു 5 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 to 10 കാഷ്യൂ നട്ട്സ്, 2 ടൊമാറ്റോ ഫൈൻ ചോപ്പ് ചെയ്തത്, പിന്നെ അതിനകത്ത് പൗഡേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്നതാണ്. അതുകൊണ്ട് കസൂരി മേത്തി ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകവും ഉപ്പ് അതൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യുന്ന അനുസരിച്ച് കാണിച്ചു തരാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും വേണം. വെജിറ്റബിൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ടാൽ നന്നായിരുന്നേ. അപ്പോൾ ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ആ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് അണ്ടിപ്പരിപ്പ്, അതൊരു തിക്നെസ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിനകത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് വറുത്ത് മാറ്റണം. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതിനെ വറുത്ത് മാറ്റാം. അപ്പോൾ അതേ അണ്ടിപ്പരിപ്പൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്കതിനെ എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തായിട്ട് ഓരോ വെജിറ്റബിൾസ് അതിനകത്ത് ഫ്രൈ ചെയ്ത് മാറ്റണം. അതേപോലുള്ള വെജിറ്റബിൾ, അതായത് പൊട്ടാറ്റോ, ആ എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഓരോന്നും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ പൊട്ടറ്റോയുടെ പുറം ഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി പൊട്ടറ്റോയെ എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഓരോ വെജിറ്റബിൾസിന് അതുപോലെ അത് കുക്കാവത്തില്ല, ഒന്ന് ഫ്രൈ ആയി കിട്ടത്തേ ഉള്ളൂ. അതിന് നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ പൊട്ടറ്റോ ഒരുമാതിരി ഫ്രൈ ആയത് മാറ്റുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്ന വെജിറ്റബിൾസിൽ ക്യാരറ്റിനാണ് കൂടുതൽ കുക്കിംഗ് ടൈം ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്തത് ക്യാരറ്റ് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം. ക്യാരറ്റിനെ ഒന്ന് ബ്രൗൺ ആക്കിയിട്ട് ഹൈ ഹീറ്റിൽ തന്നെയാണ് കിടക്കുന്നത്, എന്നിട്ട് അതിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ ക്യാരറ്റും ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവുകയാണേ. ഇതിനകത്ത് നമ്മുടെ കേരള സ്പൈസസിൻ്റെ കൂടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്പൈസസും കൂടെ വരുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് റിച്ചുമാണിത്, നമ്മൾ ക്രീമും നട്ട്സ് അരച്ചതും എല്ലാം ചേർക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു ഗുണം ആ കറിക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ അതിനകത്തോട്ട് ബീൻസും എല്ലാം കണ്ടോ, പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും ഒക്കെ ഏകദേശം ഒരു സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബീൻസിനെ ഫ്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ബാക്കി 2 വെജിറ്റബിളും കൂടെ ഉണ്ട്, കോളിഫ്ലവറും ഗ്രീൻ പീസും, അതും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ ബീൻസും ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ബീൻസിനെയും ആ പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ഗ്രീൻ കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം, പക്ഷേ കുക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കളറൊന്നും പോവും. നിങ്ങൾക്ക് കാണാം നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഒന്ന് വറ്റിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എണ്ണയുടെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് 2 വെജിറ്റബിൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ആ ഓയിൽ ഒന്ന് കുറച്ചുകൂടെ ചൂടാവണം. ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്ത് അടുത്ത വെജിറ്റബിൾ കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. അത് ചൂടായിട്ടുണ്ട്, ആ ശബ്ദം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി കോളിഫ്ലവറും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഗ്രീൻ പീസും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് തന്നെ യൂസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് ഹാർഡായിട്ടുള്ള വെജിറ്റബിൾസാണ് ഈ കറിക്ക് നല്ലത്. ഇപ്പോൾ കോളിഫ്ലവർ ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഗ്രീൻ പീസും കൂടെ ഒന്നിച്ചങ്ങ് ഇടുവാണ്. അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് ഫ്രൈ ചെയ്ത് മാറ്റാം. പിന്നെ ഈ എണ്ണയിൽ തന്നെ വേണം ഇനി ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റാനായിട്ട്. അപ്പോൾ അതേ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ആ പാനിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ക്യുമിൻ, ജീരകം ഒന്ന് പൊട്ടിക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ജീരകം ഒന്ന് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിനകത്തിട്ട് നമുക്ക് സോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അധികം എണ്ണ വേണ്ട, നമ്മൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഓണിയൻ സോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ മതി. അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ സോട്ട് ചെയ്ത് എടുക്കാം.
ഇപ്പം സവോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ 2 ടൊമാറ്റോ നല്ല ഫൈൻ ചോപ്പ് ചെയ്തതും കൂടെ വഴറ്റണം. വഴറ്റി കഴിഞ്ഞിട്ട് ഇതിനെ ഇനി ഒന്ന് ആറാൻ വെക്കണം. ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വഴറ്റിയ ഇതും ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് നല്ലൊരു പേസ്റ്റ് ആക്കണം. അതാണ് നമ്മുടെ ഈ വെജിറ്റബിൾ കറിയുടെ ഗ്രേവി ആയിട്ട് വരുന്നത്. അപ്പം ഈ ടൊമാറ്റോ ഒന്ന് ഇപ്പം നല്ല സോളിഡായിട്ട് അരിയുന്ന ഒന്ന് മാഷി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കതിനൊരു ഫൈൻ പേസ്റ്റ് ആക്കി നട്ട്സും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ വഴറ്റിയ പേസ്റ്റ് സോട്ട് ചെയ്തതെല്ലാം കൂടെ ഞാൻ ഒരു പേസ്റ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് സോട്ടാക്കണം. ഒന്ന് ഇളക്കി ഇപ്പോൾ അതൊരു റെഡിഷ് കളർ ആവുന്നവരെ സോട്ടാക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് സ്പൈസസ് പൗഡേഴ്സ്, അതായത് കസൂരി മേത്തി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് തന്നിട്ട് വേണം നമുക്ക് വെജിറ്റബിൾസും കുറച്ച് വെള്ളവും ഇട്ടിട്ട്, നമ്മളിപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ വെജിറ്റബിൾസ്, അപ്പോൾ ഫുൾ കുക്കായിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വഴന്ന് കഴിഞ്ഞ് കഴിയുമ്പം ആവശ്യത്തിന് വെള്ളവും ആ വെജിറ്റബിൾസ് നമ്മൾ ഫ്രൈ ചെയ്തതും ഇട്ടിട്ട് മൂടി വെച്ച് വെജിറ്റബിൾസ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇനി വെജിറ്റബിൾസ് നമ്മൾ ഫ്രൈ ചെയ്ത എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ച് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും, അതും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. പിന്നെ ഗ്രേവി അനുസരിച്ചിട്ട്, ഒത്തിരി ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ചിട്ട് എടുക്കാം. ഒരുമാതിരി പരണ്ടിരിക്കുന്നതാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുന്ന കറിയാണെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കതിനെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് മീഡിയം ഹീറ്റിൽ നമുക്ക് വെജിറ്റബിൾസിനെ കുക്ക് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മൾ തീ കുറച്ച് കുക്ക് ചെയ്ത് വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ കുക്കായിട്ടുണ്ടാവും. ഏകദേശം ഒരു 6 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാം കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചപ്പാത്തിക്കൊക്കെ പറ്റിയ കറിയുടെ അത്രയും കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഡ്രൈ ആയിട്ട് എടുക്കാം. അത് 2 വേർഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫൈനലായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ആദ്യം തന്നെ ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ, പിന്നെ ക്യാപ്സിക്കം റെഡ് ആൻഡ് ഗ്രീൻ, അത് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി. ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഇട്ട് മിക്സ് ചെയ്തു നമ്മുടെ വെജിറ്റബിൾ കറിക്ക്. ഇത് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ടാൽ മതി. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോപ്ഡ് മല്ലിയിലയും റെഡും ഗ്രീനും ക്യാപ്സിക്കും കൂടെ മുകളിലിട്ട് നമുക്ക് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റോട്ടിയുടെ കൂടെ ഇത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യുവാണേ. ഇനി കുറച്ച് ചോപ്ഡ് മല്ലിയിലയും കൂടെ. അപ്പോൾ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാനത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ.